KDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും വോട്ട് ചെയ്ത് ഞങ്ങളെ വിജയിപ്പിക്കണം. നിങ്ങൾക്ക് കളിക്കാനുള്ള ബാറ്റ്, പന്ത്, നെറ്റ് ഇതെല്ലാം ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരും. മോനെ KDF 14 വാർഡിലെ സ്ഥാനാർത്ഥിയാണ് ഞാൻ. അന്നേരം അത് വോട്ടില്ലേ? വോട്ടില്ലേലും നീ വന്ന് വോട്ട് ചെയ്യുക. ഹലോ ചേട്ടാ, 9-ാം തീയതി ഇലക്ഷൻ ആണെന്ന് അറിയാമല്ലോ. അറിയാമല്ലോ. അന്നേരം ഞങ്ങളുടെ KDF സ്ഥാനാർത്ഥിയായിട്ട് 14-ാം വാർഡ് ഞാൻ മത്സരിക്കുക. വോട്ട് ചെയ്ത് വൻഭൂരിപക്ഷത്തിൽ ഞങ്ങളെ വിജയിപ്പിക്കണം. ഞങ്ങളുടെയൊക്കെ അവസ്ഥ കണ്ടുകൂടെ? നിങ്ങൾ വോട്ടും ചോദിച്ചു വരും, ഞങ്ങൾ വോട്ടും ചെയ്യും. പക്ഷെ ഞങ്ങളെ ആരും തിരിഞ്ഞു നോക്കലും ഇല്ല. ഞങ്ങൾക്ക് ഇന്ന് വരെ ഒന്നും കിട്ടിയിട്ടുമില്ല. ഇലക്ഷൻ അല്ലേ, ഇലക്ഷൻ കഴിയട്ടെ. നിങ്ങളെ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ പരിഹരിച്ചു തന്നിരിക്കും. ഇത് ഒരുപാട് കാലങ്ങളായി ഞങ്ങൾ ഈ വാഗ്ദാനങ്ങൾ തന്നെ കേട്ടില്ല. ഇത്താടെങ്കിലും പറയണേ. മക്കളെ, നിങ്ങൾക്ക് ബാറ്റും ബോളും ഒക്കെ ക്രിക്കറ്റ് കളിക്കാൻ ഇതെല്ലാം മാമനെ ജയിപ്പിച്ച് കഴിയുമ്പോൾ തരും കേട്ടോ. എല്ലാവരും വോട്ട് ചെയ്യണം കേട്ടോ. ഉമ്മാടുക്കും പാപ്പാടുക്കൊക്കെ പറയണം. ഉമ്മാടുക്കും പാപ്പാടുക്കൊക്കെ പറയണം ഇക്കാക്ക് വോട്ട് ചെയ്യാം കേട്ടോ. ഞങ്ങളാണെങ്കിൽ ഇവിടെ വാടക വീട്ടിൽ കഴിയുന്നവർ. അതൊന്നും കുഴപ്പമില്ല, വാടക വീടാണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഇലക്ഷൻ കഴിഞ്ഞത് എല്ലാവരും റെഡിയാക്കാം. പെയിന്റ് ഒക്കെ അടിച്ച് വൃത്തിയാക്കി സെറ്റപ്പ് ആക്കി തരാം. വാടക വീടിന് പെയിന്റ് അടിച്ചിട്ട് 5 സെന്റ് വസ്തു വാങ്ങിക്കാനുള്ള സംവിധാനം ചെയ്തു തരാം. ഇലക്ഷനിൽ വോട്ട് ചെയ്യും, നമ്മളൊക്കെ ഒന്നിച്ച് വർക്ക് ചെയ്യും. ജയിച്ചു കഴിയുമ്പോഴും നിങ്ങളെയൊക്കെ കണ്ടാൽ തീർച്ചയായിട്ടും കാണും. എല്ലാവരും പറയുന്ന പോലെയല്ല, തീർച്ചയായിട്ടും കാണും. നമുക്ക് 5 സെന്റ് വസ്തു വാങ്ങിച്ചൊരു വീട് വെക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കി തരാം. പോരെ? എല്ലാം ഞങ്ങള് പോട്ടെന്നാ. 14-ാം വാർഡിൽ KDF സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുക ഞാൻ. അതുകൊണ്ട് എന്നെ നിങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം. എനിക്കിവിടെ വോട്ടില്ല. വോട്ടില്ലേലും കുഴപ്പമില്ല. വോട്ടില്ലേലും വന്ന് ഞങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുക. വോട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക കേട്ടോ. നമ്മുടെ ചിഹ്നം മൊബൈലാണ്. മൊബൈൽ ചിഹ്നത്തിലാണ് വോട്ട് ചെയ്യേണ്ടത്. മോളെ കടിച്ചിട്ടില്ലേ? മോളത്തൊക്കെ പറയണം കേട്ടാ. നമുക്ക് വേണ്ടി ചെയ്യാൻ പറയണം. പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കി നമുക്ക് അത് പരിഹരിക്കാം കേട്ടാ. ഇനി 4 ദിവസം കൂടെ ബാക്കിയുള്ള ഓർമ്മ വെച്ചോണം. കേരള മാക്സിമം വീടുകളിൽ കയറി ഇറങ്ങിയിട്ട് ഓട്ട് പിടിച്ചോണം. എന്ത് വാഗ്ദാനം വേണമെങ്കിലും കൊടുത്തോ. നമുക്ക് പൈസ അത്യാവശ്യം ഇറക്കാൻ വേണ്ടി എത്ര വേണമെങ്കിലും നമുക്ക് ഇറക്കാം, പ്രശ്നമില്ല. ഇപ്രാവശ്യം നമുക്ക് എന്തായാലും ജയിച്ചിരിക്കണം. പിന്നെ സ്ഥാനാർത്ഥിയാണ് സജീവമാവേണ്ടത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കഴിക്കാൻ പിള്ളേർക്ക് കുറച്ച് പൈസ കൊടുത്തില്ലേ? അവന്മാരെല്ലാവരും പിടിച്ചിട്ട് അവന്മാർക്കും കുറച്ച് പൈസ കൊടുത്തിട്ട് അവന്മാർ റോഡെല്ലാം ഈ പ്രാവശ്യം ഉറപ്പിക്കണം. പിന്നെ പിള്ളേരുണ്ടല്ലോ, അമ്മാരെ 3-4 ദിവസം ഊട്ടിയിലോ കൊടൈക്കനാലിലൊക്കെ പറഞ്ഞു വിട്ടിട്ട് ഒരു 10-15,000 രൂപ കൊടുത്തിട്ട് അമ്മാരെ ഫുള്ളോട്ട് പിടിക്കണം. എന്ത് കാണിച്ചെന്ന് പറഞ്ഞാലും ഈ പ്രാവശ്യം നമ്മൾ വിജയിച്ചിരിക്കണം. അതിന് യാതൊരു സംശയവും. ഈ ഒരു വാഗ്ദാനം കൊടുക്ക്. അങ്ങോട്ട് കിടക്കുന്ന വഴിയും അതൊരു റോഡാക്കി കൊടുക്കാവെന്ന് പറ. ഞാൻ ഇന്നലെ തന്ന പൈസ എല്ലാം അത് ഏറെക്കുറെ എല്ലാം കഴിഞ്ഞോ? ഇത് കുറച്ച് പൈസയുണ്ട്. ഇത് നമ്മൾ ആ കിഴക്ക് പ്രദേശങ്ങളിലും ആ പടിഞ്ഞാറ് പ്രദേശങ്ങളിലും പിന്നെ മറ്റേ ആ തറയ ഭാഗത്തൊക്കെ കൊടുത്തു തീർത്ത് എല്ലാ വോട്ടും ഉറപ്പിക്കണം. ഈ പ്രാവശ്യം നമുക്ക് എന്തായാലും ജയിക്കണം. ഈ പൈസ കൊടുത്തു തീർക്കുക, എന്നിട്ട് ബാക്കി നമുക്ക് വീണ്ടും എന്തെങ്കിലും ചെയ്യാം. അപ്പൊ ഓക്കെ അല്ലേ? ഈ പ്രാവശ്യം നമ്മൾ ജയിക്കത്തില്ലേ? എന്തായാലും നമ്മൾ ജയിച്ചിരിക്കും ഇപ്രാവശ്യം. ഓക്കെ ചേട്ടാ, 14-ാം വാർഡിലെ സ്ഥാനാർത്ഥിയാണ് ഞാൻ. അതുകൊണ്ട് എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം. എന്നാൽ കഴിയുന്ന എല്ലാ സഹായവും വോട്ടിന് ശേഷം ഞാൻ വിജയിച്ചാൽ നിങ്ങൾക്ക് ചെയ്തിരിക്കും. കടയൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാം. ഇത് വേണ്ടി ചെയ്തു തരാം. ഓക്കെ. 14-ാം വാർഡിലെ സ്ഥാനാർത്ഥിയാണ്. എനിക്ക് വോട്ട് ചെയ്ത് തന്നെ വിജയിപ്പിക്കണം. മൊബൈൽ ചിഹ്നമാണ് എന്റെ അടയാളം. മൊബൈൽ ചിഹ്നം. മൊബൈൽ KDF സ്ഥാനാർത്ഥി. വോട്ട് ചെയ്ത് വിജയിച്ചാൽ ഇതേപോലെ ഞങ്ങളെ വീണ്ടും എന്നാൽ കഴിയുന്ന സഹായം എന്നെ കഴിയുന്ന സഹായം ഒന്നും ചെയ്യണ്ട. എന്നാൽ മെമ്പറായി കഴിഞ്ഞാൽ എന്നാൽ കഴിയുന്ന സഹായം നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും പഞ്ചായത്തിൽ നിന്ന് ഗവൺമെന്റ് അനുവദിക്കുന്ന ഫണ്ടുകളും കാര്യങ്ങളും ഉപയോഗപ്പെടുത്തും. മാക്സിമം ഉപയോഗപ്പെടുത്തും. രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാല് പഞ്ചായത്തില് ചില മാറ്റങ്ങളൊക്കെ വരുത്തണം. തീർച്ചയായിട്ടും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് മച്ചാക്കും മാമാക്കും ഒന്നും നിങ്ങള് പരിഗണന കൊടുക്കരുത്. ഒരിക്കലും. അതിന് പകരം ടോക്കൺ സംവിധാനം ഉണ്ടാക്കണം. നമ്മൾ ജനാധിപത്യ രീതിയിൽ ചെയ്യത്തുള്ളൂ. ഇവിടെ 14-ാം വാർഡില് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് ഞാൻ. അതുകൊണ്ട് മോന്റെ വിലയേറിയ വോട്ടും വീട്ടിലുള്ള വോട്ടും എനിക്ക് ചെയ്ത് എന്നെ വിജയിപ്പിക്കണം. അന്നേരം മോൻ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാമനോട് പറഞ്ഞാൽ മതി. ഞാൻ ജയിച്ച് മെമ്പറായി കഴിഞ്ഞാൽ മോൻ എന്താ ആവശ്യം ഉണ്ടെങ്കിൽ പരിഹരിച്ചു തരും. എന്തെങ്കിലും സാമ്പത്തികം ഉണ്ടെങ്കിൽ അതും പരിഹരിച്ചു കേട്ടോ. 14-ാം വാർഡ് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് ഈ വരുന്ന 9-ാം തീയതി വരുന്ന തെരഞ്ഞെടുപ്പിൽ KDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ്. അതുകൊണ്ട് എന്നെ
വോട്ട് ചെയ്ത് ഇൻഷാ വിജയിപ്പിക്കണം. അല്ലാ, ഇൻഷാ അല്ലാ. വീട്ടിലുള്ള എല്ലാവരും, പക്ഷേ നിങ്ങൾ മാത്രമല്ല. നിങ്ങളുടെ സ്ഥാനാർത്ഥിത്വമൊക്കെ ഓക്കെയാണ്, ആ പറഞ്ഞു. പക്ഷെ ഒരുപാട് പോരായ്മകളുണ്ട്. പോരായ്മ എന്നെ ഞാൻ ജയിച്ച രാഷ്ട്രീയവും മതവും ഒന്നും നോക്കാത്ത രീതി, എന്നാൽ കഴിയുന്ന രീതിയിൽ നമുക്ക് അതിനെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു തരും. 14-ാം വാർഡിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥിയാണ്. 9-ാം തീയതി നടക്കുന്ന ഇലക്ഷനിൽ വോട്ട് ചെയ്യണം, എന്നെ വിജയിപ്പിക്കാം. ഓക്കെ. 14-ാം വാർഡിലെ എല്ലാ വിഡ്ഢികളായ വോട്ടർമാർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. ഈ വാർഡിലെ നിലവിലെ അവസ്ഥ ഇനിയും തുടരുമെന്നും ഈ വാഗ്ദാനങ്ങളൊക്കെ അടുത്ത ഇലക്ഷന് വേണ്ടി കാത്തു സൂക്ഷിക്കുമെന്നും ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു. നന്ദി, നമസ്കാരം.